ഇവിടെയാണ് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി വിഭാവനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം പ്രാവർത്തികമാകാൻ പോകുന്നത്. നമുക്കും നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ സമന്വയത്തിലൂടെയും സമവായത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഭരിക്കുന്ന LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, MP BJPയുടേതായിക്കോട്ടെ, ആ ഗ്രാമത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന മൂല്യം. മറ്റൊന്ന്, ഗാന്ധിജിയുടെയും JPയുടെയും സ്വപ്നം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജീവിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ പട്ടണങ്ങളിലെ സൗകര്യങ്ങൾ അനുഭവിക്കുക, ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. മറ്റൊന്ന്, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഒരു അമൂല്യമായ മനുഷ്യശേഷിയും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്. സ്ഥല സൗകര്യമുണ്ട്, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, ആരോഗ്യമുള്ള ജനതയുണ്ട്. പക്ഷേ ആസൂത്രണത്തിൻ്റെ പാളിച്ച കൊണ്ട്, ആസൂത്രണത്തിൻ്റെ പിഴവ് കൊണ്ട് അവയൊന്നും തന്നെ ഉൽപ്പാദന കേന്ദ്രങ്ങളായിട്ട് മാറുന്നില്ല. അവയൊക്കെ തന്നെ കൺസ്യൂമർ ഏരിയകളായിട്ട് മാറുന്നു. അപ്പോൾ ഉപഭോക്തൃ സമൂഹമായി മാറുന്നതിൽ നിന്നും ഡിമാൻഡ് അനുസരിച്ചിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായി മാറുക, അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുക, ഈ ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം ഇതിനുള്ള പണച്ചെലവ്, പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. MP മാരുടെ ഫണ്ടാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്കൂളുകളിലൊക്കെ തന്നെ വൃത്തിയും ശുദ്ധിയുമുള്ള ശൗചാലയങ്ങൾ നിർമ്മിക്കണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് സംഭാവനയായിട്ട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു തുക, ഞാനത് വലിയ തുകയാണെന്ന് പറയുന്നില്ല, മാറ്റിവെച്ചപ്പോൾ ഇന്ത്യയിലെ പണക്കാരായിട്ടുള്ള വ്യവസായികൾ പലരും തന്നെ അവർ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ചില ഗ്രാമങ്ങൾ ദത്തെടുത്തുകൊണ്ട് അവിടുത്തെ സ്കൂളുകളിൽ ഞങ്ങൾ ടോയ്ലറ്റ് നിർമ്മിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, സമൂഹത്തിൽ നിന്നും പണമുണ്ടാക്കുന്ന, ലാഭമുണ്ടാക്കുന്ന ഏതൊരു വ്യവസായിക്കായാലും അവരുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് സമൂഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാധ്യതയുണ്ട്. അവർ പണമുണ്ടാക്കിക്കൊണ്ട് അവരോ അല്ലെങ്കിൽ അവരെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളോ മാത്രം വളർന്നാൽ പോലെ അവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാനും ഈ സമൂഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൂടെ എത്തിക്കുവാൻ വേണ്ടി ഭാവിയിൽ ഇത് പ്രയോജനപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്, ഇതൊരു പുതിയ പദ്ധതിയാണ്. ആരോഗ്യപരമായ ചർച്ചകൾ വരട്ടെ, LDFൻ്റെയും UDFൻ്റെയും. ശ്രീ വി വി രാജേഷ്, ഒരു കാര്യം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന നിർദ്ദേശമില്ലാതെയല്ല ഈ പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വ്യക്തി, മനുഷ്യൻ, സാമ്പത്തികം, സാമൂഹികം എന്നിങ്ങനെ 4 മേഖലകളാക്കി തിരിച്ച് ഓരോ മേഖലയിലും എന്തൊക്കെ ചെയ്യണം എന്ന് അക്കമിട്ട് എഴുതിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നിർബന്ധിതമായ ശാരീരിക വ്യായാമം പോലും ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ലിംഗം, വയസ്സ് എന്നിവ ആധാരമാക്കി ആരോഗ്യ വളണ്ടിയർമാർ ഓരോ വ്യക്തിക്കും നിശ്ചയിച്ച് നൽകണമെന്നും അത് ആരോഗ്യ വളണ്ടിയർമാർ നിഷ്കർഷയോടുകൂടി നിരീക്ഷിക്കണമെന്നും ഈ രേഖയിൽ എഴുതി തന്നെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അതായത് ഒരു ദത്തെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ സമാന്തരമായ ഒരു ഭരണ സംവിധാനം പോലെ ഈ പദ്ധതികൾ പ്രവർത്തിക്കും എന്നാണ് നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങൾ വായിച്ചാൽ മനസ്സിലാവുക. രാജീവ്, അതിനെ ഞാൻ പറയാം, വിമർശനം ഉണ്ടാവും, ഒരു പോസിറ്റീവ് സ്പിരിറ്റ് കാണണം. കാരണം ഇത് തീരുമാനിക്കേണ്ടത് അതാ സ്ഥലത്തുള്ള MP ആണ്. ആ MPക്ക് ഒരിക്കലും ഒരു ഏകാധിപതിയായിട്ട് പെരുമാറാൻ സാധിക്കുകയില്ലല്ലോ. പിന്നെ വ്യായാമം മനുഷ്യൻ ചെയ്യണമെന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നത്, ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ അവിടെയുള്ള ചിലർ വ്യായാമം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനും അത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇതിനെ 2 രീതിയിലാണ് കാണേണ്ടത്. ഒരു ഗവൺമെൻറ് നൽകുന്ന ഒരു സന്ദേശം, അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രിയായ വ്യക്തി നൽകുന്ന ഒരു സന്ദേശം കൂടിയായിട്ട് വേണം കാണാനായിട്ട്. ഒരു കൂട്ടം ജനങ്ങൾ തീരുമാനിക്കുന്നു ഞങ്ങൾ വ്യായാമം ചെയ്യുന്നില്ല, ഗവൺമെൻറ് നാളെ അവരുടെ പൗരത്വം കെട്ടിയാൻ പറ്റും. നമ്മൾ ആ രീതിയിൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചൊരു ഫ്രെയിം വർക്കിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയരുത്. ഇന്ത്യയിലെ മുഴുവൻ MP മാരും BJPക്കാരല്ലോ. മറ്റൊന്ന് കൂടി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, MLA മാർ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാമങ്ങളുടെ എണ്ണം കൂടും. ഇന്ത്യയിൽ MLA മാരുടെ എണ്ണം BJPയേക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റുള്ള എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ആ രീതിയിലുള്ള ഒരു ചട്ടക്കൂടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചതായിട്ട് എനിക്ക് യാതൊന്നും തോന്നുന്നില്ല. കുറേ നിർദ്ദേശങ്ങൾ വെച്ചു. താങ്കൾക്ക് ഇപ്പോൾ KC വേണുഗോപാൽ, കോൺഗ്രസ് നേതാവ്, MP, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KC വേണുഗോപാൽ, കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് മാതൃകാ ദളിത് ഗ്രാമങ്ങൾ രൂപീകരിക്കും എന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെയും നടപ്പാക്കപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് പുതിയൊരു പദ്ധതി 2250 ഗ്രാമങ്ങളെ 5 വർഷം കൊണ്ട് മാതൃകാ ഗ്രാമങ്ങളാക്കി വളർത്തുക എന്ന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെ കാണുന്നു ഈ പദ്ധതിയെ?
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഒരു രീതി ഈ പദ്ധതിയിലുണ്ട് എന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പദ്ധതികളെ കുറിച്ച് സത്യത്തിൽ ഞങ്ങൾ പാർലമെന്റ് മെമ്പർമാർക്ക് പോലും അജ്ഞതയാണ്. പ്രധാനമന്ത്രി പാർലമെന്റ് മെമ്പർമാർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഫണ്ടിങ് എങ്ങനെയാണെന്നോ ഇതിന്റെ ഏത് രീതിയാണ് അവലംബിക്കുന്നതെന്നോ ഏതാണ് ഇതിന്റെ പ്രവർത്തന ക്രമങ്ങളെന്നോ ഞങ്ങൾ എംപിമാരുടെ ഇതുവരെ ഒരു വിവരവും ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഇന്ന് ആകെ കിട്ടിയത് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയിൽ നിന്ന് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ആണ് നമുക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, ഈ ഗവൺമെന്റ് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 6 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ 5 മാസം കഴിഞ്ഞ് 6 മാസത്തേക്ക് എത്താൻ പോകും. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നതിന് പ്രസംഗം. ഞാൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ ഒന്നും വില കുറച്ച് വാങ്ങുന്നില്ല, അതിന് വിലയുള്ള സ്ഥാനം തന്നെയാണ്. പക്ഷെ ഈ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് ഏതൊക്കെ കാര്യം നീങ്ങിയിട്ടുണ്ട് വല്ല കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ തന്നെ സൂചിപ്പിച്ചു പ്ലാനിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച്. പഞ്ചായത്തുകളിലെ ഓരോ പഞ്ചായത്തും ദത്തെടുത്ത് ഗ്രാമങ്ങൾ ദത്തെടുത്ത് വികസിപ്പിക്കുക എന്നുള്ള ആശയം ഇത് ഏത് രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്നത്? ഏതാണ് ഏജൻസി? പഞ്ചായത്ത് തന്നെയാണോ, ബ്ലോക്കാണോ? ഇത്തരം കാര്യങ്ങൾ കൂടി വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് അതിന്റെ യഥാർത്ഥ ദിശ മനസ്സിലാക്കുക. ഇതിൽ മാത്രമല്ല, പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ച ഒരു പരിപാടിയിലും അതിന്റെ യഥാർത്ഥ ഇംപ്ലിമെന്റേഷൻ രീതി എന്താണെന്നതിനെ കുറിച്ച് വന്നിട്ടില്ല. ഇതിന്റെ ഫണ്ടിങ് വരണമെന്ന് വന്നിട്ടില്ല. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പല പദ്ധതികൾക്കും ഈ ഗവൺമെന്റ് പണം വെട്ടിക്കുറച്ചിരിക്കുകയാണ് ബഡ്ജറ്റിൽ. ഞങ്ങൾ ബഡ്ജറ്റിൽ അവതരണ വേളയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. പോവർട്ടി എലിമിനേഷന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് നീക്കി വെച്ചിരിക്കുന്ന പല തുകകളും വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ തന്നെ വേണ്ട ഒരു നിയമനമാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ തന്നെ ഗവൺമെന്റിന് എന്താ കാഴ്ചപ്പാട്, ക്യാബിനറ്റ് എന്താ കാഴ്ചപ്പാട് ഞങ്ങൾക്കറിയില്ല. അത് ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ അറിയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പാർലമെന്റെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട. അറ്റ്ലീസ്റ്റ് എംപിമാർക്ക് ഒരു പരിപാടി കൊടുക്കുമ്പം അറ്റ്ലീസ്റ്റ് പാർലമെന്റെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട ഇത്തരം പരിപാടികൾ. അതിന്റെ വേറബിൾസ് എന്താണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ തീർത്തും അച്ഛതാണ് ഈ പരിപാടിയെ കുറിച്ചുള്ളതാണ് എന്നെ സംബന്ധിച്ചൊന്നും പറയാനുള്ളത്. റൈറ്റ്. ശ്രീ കെ സി വേണുഗോപാൽ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ടി എം തോമസ് ഐസക്, ഇവിടെ വി വി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഒരു ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നു. അതിലേതൊക്കെ നടപ്പാക്കണം, ഏതൊക്കെ നടപ്പാക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്, അതിന് നേതൃത്വം നൽകുന്ന എംപിമാർക്കുണ്ട് എന്നതാണ് സ്വാഭാവികമായും ഇത്തരം പദ്ധതികളുടെ നടത്തിപ്പ് രീതി. പക്ഷേ ഇവിടെ ഗ്രാമസഭ തയ്യാറാക്കുന്ന പദ്ധതി അംഗീകരിക്കുന്നത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ്. ഈ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ മേൽനോട്ടം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരും ഏതാനും വിദഗ്ധന്മാരും അടങ്ങുന്ന സമിതിക്കായിരിക്കും എന്ന് ഈ പദ്ധതി രേഖയിൽ പറയുന്നുണ്ട്. ഒപ്പം വെബ് അധിഷ്ഠിതമായി തത്സമയം ഈ പദ്ധതി മോണിറ്റർ ചെയ്യുന്നൊരു സംവിധാനം രൂപകൽപ്പന ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇത് അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഒരു ഘടനയായി നമ്മൾ കാണണമോ, അതോ ഒരു പദ്ധതിയെ കാര്യക്ഷമമായി നടപ്പാക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളായി കാണണോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നേരിട്ട് നടപ്പാക്കുന്ന സമ്പ്രദായം ഇന്നലെ തുടങ്ങിയതല്ല, എത്രയോ നാളായി തുടരുന്നതാണ്. അതിൻ്റെ പുതിയൊരു രൂപം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആദർശ ഗ്രാമം. ഇത് കഴിഞ്ഞകാല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് എന്ത് നേടാൻ കഴിയും? അത് ഫലപ്രദമല്ല. രാജീവ് ഗാന്ധി എന്നെ ചൂണ്ടിക്കാണിച്ചതല്ലേ, നമ്മൾ 1 രൂപ മുടക്കിയ 15 പൈസ താഴത്തെത്തുന്നതെന്ന്. അത് മുടക്കിയ പണത്തിന് അനുസൃതമായിട്ടുള്ള നേട്ടങ്ങൾ കീഴ്ത്തട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് രൂപം നൽകിയത്. അന്ന് 73-74 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഇപ്പോൾ വർഷം 20ആയി. ഇതിനിടയിൽ ആ ഭരണഘടനയിൽ സങ്കല്പിച്ച രീതിയിൽ പണം നൽകി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കൃത്യം കണക്ക് പറയാം. വികസിത രാജ്യങ്ങളിൽ ഏതാണ്ട് അവരുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 12% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ചെലവഴിക്കുന്നത്. മറ്റ് വികസിത രാജ്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 8-10% വരുന്നുണ്ട്.
എമർജിങ് എക്കോണമീസ്. ഇന്ത്യയിലോ 73-74 ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് ഏതാണ്ട് 2%, ഇപ്പോഴും 2%. ഒരുപാട് ഭരണഘടനാ ഭേദഗതി സെമിനാറുകളും ബഹളങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിവാക്കിയ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ഈ ചെയ്യാൻ വിട്ടുപോയ കാര്യം ചെയ്യുന്നതിന് പകരം തങ്ങളുടെ ഭരണാധികാരിയുടെ കഴിവുകേട് കൊണ്ട് അവർക്കുണ്ടായ ദൗർബല്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് കൂടുതൽ കേന്ദ്രീകൃതമായ സംവിധാനത്തിലേക്ക് നമ്മുടെ ഗ്രാമവികസനത്തെ കൊണ്ടുപോവുകയാണ്. ഇത് അത്യധികം ദൗർഭാഗ്യകരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തി രാജ് സമ്പ്രദായം, അതിന് ഇന്ന പോരായ്മയുണ്ട്. അത് മെച്ചപ്പെടുത്താൻ ഇന്നത് ചെയ്യുന്നല്ല പറയുന്നത്. അത് മെച്ചപ്പെടുത്തുന്നതിന് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ പഞ്ചായത്ത്, മാതൃകാ പഞ്ചായത്ത് ഉണ്ടാക്കാൻ വേണ്ടി MP അധികാരപ്പെടുത്താൻ പോകുന്നു. ഓരോ മണ്ഡലത്തിൽ ഒന്ന് വെച്ച്. ഇതിനൊക്കെ പണ്ടുള്ള കേന്ദ്രാവിഷ്കൃതത്തിൻ്റെ ഫലമല്ലാതെ അപ്പുറമില്ല. എങ്ങനെയാണ് പ്ലാനിങ് നടത്തേണ്ടത്? കേരളത്തിൽ നമ്മുടെ പദ്ധതിയുടെ 25% ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയല്ലേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ റോഡ് പോലെ ആസ്തികൾ ഉണ്ടാക്കുന്നതിൽ, പാർപ്പിട മേഖലയിൽ ഒക്കെ മുൻകാലത്തുണ്ടായതിനേക്കാൾ എത്രയോ മെച്ചം. കേരളത്തിലെ ശരാശരി പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ സർക്കാർ ഓഫീസിനേക്കാൾ മെച്ചപ്പെട്ട സേവനം അവിടെ നിന്ന് കിട്ടും. ഈ ഒരു മാറ്റം കേരളത്തിൽ ഒരു പരിധിവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ദൗർഭാഗ്യവശാൽ ഒരു തിരിച്ചു നടത്തം ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ്. ഇതിപ്പോൾ കോൺഗ്രസിന് ഇതിനേക്കാൾ വലിയ കാര്യമൊന്നും പറയാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാചകോടിയല്ലാതെ പ്രായോഗികമായിട്ട് കേന്ദ്ര സർക്കാരിന് എന്ത് പണം നൽകിയിട്ടുണ്ട് പഞ്ചായത്തുകൾക്ക്? അതിനിസ്സാരമായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫിനാൻസ് കമ്മീഷൻ അടക്കം നൽകിയിട്ടുള്ള പണം ഏതാണ്ട് ശരാശരി എടുത്തിട്ടുണ്ടെങ്കിൽ 0.5% പോലും വരത്തില്ല. അത്രേ ഉള്ളൂ നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ. അപ്പോൾ അതൊന്നും ഉയർത്തുന്നതിന് പകരം വീണ്ടും കേന്ദ്രീകൃതമായ പദ്ധതികളിലേക്ക് പോകുന്നു. അതിന് എന്ത് ന്യായം പറഞ്ഞാലും അത് ഫലപ്രാപ്തിയിലെത്താൻ പോകുന്നില്ല. ഇത് രാജ്യത്തെ പിന്നോട്ട് കൊണ്ടുപോവുകയും. ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ KC വേണുഗോപാൽ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്തി രാജ് സംവിധാനം അത് നിയമപ്രകാരം പ്രാബല്യത്തിൽ വന്നെങ്കിലും അതിനെ യഥാവിധി ശാക്തീകരിക്കുന്നതിൽ അന്നു മുതലുണ്ടായിരുന്ന സർക്കാരുകൾ കാണിച്ച വീഴ്ച, അതിൻ്റെ കൂടി ഫലമല്ലേ ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് പുതിയൊരു അധികാര സമ്പ്രദായത്തിലൂടെ പദ്ധതി പ്രവർത്തനം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്? അതിപ്പോ ഐസക്കിന് കുറച്ച് നാളായിട്ട് മോഡിയെ കുറ്റം പറഞ്ഞാലും മടി കാണിക്കാൻ വേണ്ടി കോൺഗ്രസിനെ കുറ്റം പറയാതെ ശൈലി അധികം വന്നിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ? ഫോർ എക്സാമ്പിൾ, സർവശിക്ഷ അഭിയാൻ എന്താണ്? ആരാ നടപ്പിലാക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്, പഞ്ചായത്തുകളിലെ നടപ്പിലാക്കുന്നത്. ഇദ്ദേഹം പറയുന്ന കണക്കുകൾ ശുദ്ധമായൊരു തെറ്റായ കണക്കല്ലേ? കേന്ദ്ര ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് നേരിട്ട് കൊടുക്കുന്ന ഫണ്ടിന് പകരം വിദ്യാഭ്യാസ മേഖലയും സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം ആരാ കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്ന ഫണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പരിശോധിക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചെലവഴിക്കുന്ന തുകയും അത് കേന്ദ്ര വിഹിതവും നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റേഷൻ ഏജൻസി പഞ്ചായത്തുകളും. ഇത് പഞ്ചായത്ത് രാജ്യത്തോടെ എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ കോൺഗ്രസ് പിന്നെ വേറൊന്ന്, ഈ പരിഷ്കാരങ്ങളെല്ലാം ബംഗാളിൽ നടപ്പിലാക്കേണ്ടതല്ലേ? 15-10-35 കൊല്ലക്കാലം അവിടെ ഭരിച്ചതല്ലേ പാർട്ടി. ഇതെന്താ അവിടുത്തെ സ്ഥിതി എന്താണ്? ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന തുക ഈ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണല്ലോ. കേരളത്തിൽ നടപ്പിലാക്കിയതായിരുന്നു 2 ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിലും കേരളത്തിൽ നടപ്പിലാക്കിയ കാര്യത്തിൽ ഇവിടെയും സമ്പൂർണ്ണമായി എല്ലാം പരിശുദ്ധമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യമല്ല, മോദി ചെയ്യുന്നത് വെറും PR വർക്കാണ്, വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഓരോ മനസ്സിൽ ഐഡിയകൾ വെക്കും, അതങ്ങ് പ്രഖ്യാപിക്കും. അത് താഴത്തിൽ ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ റോഡിലേക്ക് അദ്ദേഹം മുന്നോട്ടിരിക്കുകയാണ്. ഇത് കൺസേൺ മന്ത്രാലയത്തിൽ കാര്യം ശ്രമമായ ഹോംവർക്ക് നടക്കുന്നില്ല. ഇപ്പം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഓരോ ഏജൻസിയായിട്ട്. ആ മിനിസ്ട്രി തന്നെ, ആ മിനിസ്ട്രിയുടെ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പോലും ഡിസ്കഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരു ഐഡിയ അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നു. ആ ഐഡിയ മുന്നോട്ട് വെച്ച് 10 ദിവസത്തിനകം അതിന്റെ ഉദ്ഘാടനം നടത്തുകയാണ്.